പറയാനുള്ളത്? ഇനി നിങ്ങൾ കണ്ടിട്ടില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അങ്ങ് കാണുന്നു അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു അടിമയെ അടിക്കുന്നു. ആ അടിമ അടി കിട്ടിയിട്ട് നിവൃത്തിയില്ലാതിട്ട് അഊദു ബില്ലാഹ് അള്ളാഹിനെ കൊണ്ട് കാക്കുന്നു. അള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിക്കുന്നു. അടി നിൽക്കുന്നില്ല. അടി നിൽക്കാതെയായപ്പോ ഈ അടിമ എന്ത് ചെയ്തു? അഊദു ബി റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് കാക്കുന്നു എന്നങ്ങ് പറഞ്ഞു. അതോടുകൂടെ തന്നെ അതാ ആ അടിമയെ അടിക്കുന്നത് നിർത്തണം എന്ന് അല്ലാഹു തആല അബൂ മസ്ഊദിന്റെ മനസ്സിലങ്ങ് തോന്നിപ്പിച്ചു കൊടുത്തു. അടി നിന്നു. കാരണം എന്റെ റസൂലിനെ വിളിച്ചല്ലോ, എന്റെ റസൂലിനുള്ള ബഹുമാനം ഞാനൊന്ന് പ്രകടിപ്പിക്കുന്നു എന്ന നിലക്ക് അല്ലാഹു തആല അപ്പോൾ തന്നെ അതാ അടിയങ്ങ് നിർത്താൻ തോന്നിപ്പിച്ചു കൊടുത്തു. ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, സുലൈമാൻ സക്കാഫി ആയത്തിൽ കൃത്രിമം നടത്തി, അത് തെറ്റാണെന്ന് മൂപ്പലാൻ പറഞ്ഞു. നിങ്ങൾ ഹദീസിലാണ് ഇപ്പൊ കൃത്രിമം നടത്തിയത്. ഇതിപ്പോ വല്ലാത്ത പുലിവാലായിട്ട് എന്തിനു മുജാഹിദിനെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ ഈ കളവൊക്കെ പറയണം? മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി എന്തിനു ഈ കളവ് പറയണം? ഇതിനു വേണ്ടിയാണോ നിങ്ങൾ സ്റ്റേജ് കെട്ടണത്? ഇത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലേ വിഷമമുള്ളൂ, ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇത് വലിയ ഹദീസായിട്ടൊന്നും മനസ്സിലാക്കരുത്. എന്തെങ്കിലും ഒരു വാറോല മതി, അതും പൊക്കിപ്പിടിച്ചിട്ടാണ് ഇവർ നടക്കല്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഈ പരിപാടി വെക്കണം. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. പറഞ്ഞിട്ട് തന്നെ മനസ്സിലാവണില്ല, പിന്നല്ലേ പറയാതിരുന്നാൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ അബൂ മസ്ഊദ് അദ്ദേഹത്തിന് അടുക്കലൊരു അടിമ അടിച്ചപ്പോ അദ്ദേഹം അഊദു ബി റസൂലില്ലാഹ് എന്ന് വിളിച്ചപ്പോ അള്ളാനെ ആദ്യം വിളിച്ചു. അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അടിയിക്കിടില്ല. അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അടിയുന്നു. അപ്പൊ അള്ളാനെ വിളിക്കുന്നതിനേക്കാളും നല്ലത് റസൂലിനെ വിളിച്ചാൽ മതി എന്ന് സമർത്ഥിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? സഹോദരങ്ങളെ, ഈ നാട്ടിൽ വിവരമുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങൾ മുസ്ലിമുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടുപോണ ആളുകളല്ല എന്നുള്ളത്. ഇത് നാട്ടിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട്, പഠിക്കാനും വായിക്കാനും. എത്രത്തോളം എന്നറിയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ പറയും ഞാൻ വാശി കൊണ്ട് പറയാണ്, ഞങ്ങൾ അവരോടുള്ള വിരോധം കൊണ്ട് പറയണം. ഞാൻ പറയുന്നില്ല. നോക്ക് നിങ്ങൾ, ഇതെന്റെ കയ്യിലുള്ളത് റിയാദുസ്സാലിൻ. ഈ കിതാബ് ഓതിയിട്ടില്ലാത്തവരുണ്ടോ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ? ഇത് റിയാദുസ്സാലിനാണ്, ഇമാം നവവിയുടെ കിതാബാണിത്. ഇത് പരിഭാഷപ്പെടുത്തിയത് മുജാഹിദുകാരനല്ല, ഉസ്മാൻ മൗലവി, AK ഉസ്മാൻ മൗലവി പരിഭാഷപ്പെടുത്തിയ റിയാദുസ്സാലിന. ഈ AK ഉസ്മാൻ മൗലവി മുജാഹിദുകാരനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ പരിഭാഷയിൽ, ഈ ഹദീസിൽ ബാബുൻ നഹി അനി തഅദീബ്, വിവരമുള്ളവരെ നിങ്ങൾ മറിച്ചു നോക്ക്. മുസ്ലിമോ അല്ലെങ്കിൽ റിയാദുസ്സാലിനെങ്കിലും വീട്ടിൽ പോയിട്ടൊന്ന് മറിച്ചു നോക്ക്. റിയാദുസ്സാലിനെങ്കിലും ഒന്ന് മറിച്ചു നോക്ക്. അതിലെ 282 അധ്യായത്തിലെ 4-ാമത്തെ ഹദീസാണ്. അൻ അബീ മസ്ഊദ് ബദരി ഖാല കുന്തു അദ്രിബു ഗുലാമൻ ലി ബിസ്സൗത്ത് ഫസമിഅതു സൗതൻ ഫീ ഖൽഫി അലം യാ അബാ മസ്ഊദ് ഫലം അഫ്ഹമു الصوت من الغضب فلما دنا مني اذا هو رسول الله صلى الله عليه وسلم എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് ഉള്ളത്. ഇതല്ലാത്ത വേറെയും റിപ്പോർട്ടുകളുണ്ട്. മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഇതിനോടനുബന്ധിച്ച റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത് അറിയോ? അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ എൻ്റെ ഭൃത്യനെ ചാട്ടവാർ കൊണ്ടടിക്കുമായിരുന്നു. ഒരിക്കൽ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു, അബൂ മസ്ഊദേ നീ ഓർത്തുകൊള്ളണം, ദേഷ്യം കൊണ്ട് ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചില്ല. പറയുന്ന ഒരാൾ പറയാണ്, അബൂ മസ്ഊദേ നീ ഓർത്തുകൊള്ളണം. ആ സന്ദർഭത്തിൽ അബൂ മസ്ഊദ് പറയാ, ദേഷ്യം കൊണ്ട് ഞാൻ ആ ശബ്ദം ശ്രദ്ധിച്ചില്ല. എന്റെ അടുത്തെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. കണ്ടോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. എന്ത്? അബൂ മസ്ഊദേ നീ സൂക്ഷിക്കണമെന്ന് എന്റെ പിന്നിൽ നിന്ന് ഞാൻ എൻ്റെ അടിമയെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ആള് അത് റസൂലുള്ളയാണ് എന്ന് പ്രവാചകന്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, അബൂ മസ്ഊദേ മനസ്സിലാക്കണം, ഈ ഭൃത്യരെ ശിക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി നിന്നെ ശിക്ഷിക്കുവാൻ ശക്തനാണ് അല്ലാഹു. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇനി മുതൽ ഒരിക്കലും ഒരു ഭൃത്യനെയും ഞാൻ അടിക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗാംഭീര്യത്താൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ചാട്ടവാറ് വീണുപോയി. വേറൊരു റിപ്പോർട്ടിലുണ്ട്, ഞാൻ പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി അവരെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. തത്സമയം അവിടുന്ന് പ്രതിവചിച്ചു, അറിഞ്ഞുകൊള്ളുക, നീ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ
നീ അത് ചെയ്തിട്ടില്ല എങ്കിൽ നരകം നിന്നെ കരിച്ചു കളയുമായിരുന്നു. ഈ റിപ്പോർട്ടുകളെല്ലാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഹദീസ്. ഈ അബൂ മസ്ഊദ് അൽ ബദരിയുടെ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മുസ്ലിമിലെ റിപ്പോർട്ട് ഇമാം നവവി റിയാദുസ് സാലിഹിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ അർത്ഥം പറഞ്ഞാൽ മൗലവി ചിലപ്പോൾ തിരുത്തി എന്ന് പറയും. അതുകൊണ്ട് തന്നെ റിയാദുസ് സാലിഹിൻ MK ഉസ്മാൻ മൗലവി എഴുതിയ പരിഭാഷയാണ്. ഈ പരിഭാഷയിൽ നിങ്ങൾ വായിച്ച് കേട്ടില്ലേ സഹോദരങ്ങളെ? ചെവിയുള്ളവർ കേട്ടില്ലേ? പേരോടിന്റെ ശബ്ദവും കേട്ടില്ലേ? ഏതാണ് ശരി? ആരാണ് കളവ് പറയുന്നത്? ആരാണ് അള്ളാഹുവിന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നവർ? മുജാഹിദുകളോട് കുതിര കയറുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടാണ് നിങ്ങളുടെ കളി, പ്രവാചകന്റെ ഹദീസ് കൊണ്ടാണ് നിങ്ങളുടെ കളി. റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കൈകെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരും. ഒത്താശ ചെയ്യുന്നവരും സ്റ്റേജ് കെട്ടുന്നവരും പോസ്റ്റർ ഒട്ടിച്ചവരും പ്രസംഗിക്കുവാൻ മൈക്കിന് കാശ് കൊടുത്തവനും എല്ലാവരും ഈ അനാവശ്യം ഈ നാട്ടിൽ പുലമ്പുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്തതിന്റെ പേരിൽ പടച്ചവന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന വിഷയത്തിൽ സംശയമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നോക്ക് സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കൂ, MK ഉസ്മാൻ മൗലവിയുടെ ഒരു പരിഭാഷ താഹ ബുക്ക് സ്റ്റാളിലോ അതല്ലാത്ത നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സുന്നി ബുക്ക് സ്റ്റാളിലോ പോയി നിങ്ങൾ വാങ്ങ്. എന്നിട്ട് പീഡനം പാടില്ല എന്ന അധ്യായം മറിച്ചു നോക്ക്. പേരോടിന്റെ കാസറ്റ് നിങ്ങൾ കേൾക്ക്. എന്നിട്ട് ഹദീസ് വായിച്ച് അർത്ഥം വെക്ക്. ഏതാണ് ശരി? ആരാണ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നവർ? ആരാണ് ഇവിടെ കളവ് നടത്തുന്നവർ? ആരാണ് അല്ലാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവർ? ആരാണ് ഇവിടെ പുത്തൻവാദം പുലമ്പുന്നവർ? നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. എന്നിട്ട് മറുപടി പറയാണ് പോലും. മുജാഹിദുകൾക്ക് മറുപടി പറയാണ് പോലും. നിങ്ങൾക്ക് മറുപടി പറയാം, ഞങ്ങൾക്ക് മറുപടി പറയാനോ? ഞങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാന്ന് പറഞ്ഞാൽ ഖുർആന് മറുപടി പറയാന്നതിന്റെ അർത്ഥം, ഹദീസിന് മറുപടി പറയാന്നതിന്റെ അർത്ഥം അല്ലേ? ഇങ്ങനെ ആയിരിക്കും ആയത്തിനും ഹദീസിനും ഒക്കെ തോന്നിയതുപോലെ അർത്ഥം വെച്ചിട്ട് തോന്നിയതുപോലെ ജനങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചാൽ മരിക്കണ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. കാരണം ലക്ഷങ്ങൾ തരാൻ ആളുണ്ടാവും. മരിക്കണ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ കഷ്ടമായിരിക്കും കേട്ടോ. അത് മാത്രമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മാത്രമാണ്. അങ്ങനെ അബൂ മസ്ഊദ് അൽ ബദരി അടിച്ച് അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അടി നിൽക്കുന്നില്ല. അവസാനം അഊദു ബി റസൂലില്ലാ എന്ന് പറഞ്ഞപ്പോഴാണ് നിലച്ചത്. അഊദു ബി റസൂലില്ലാ എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയലുണ്ട്. അബൂ മസ്ഊദ് അൽ ബദരി, ആ അബുൽ മസ്ഊദ് അൽ ബദരി അത് കാണുന്നില്ല, റസൂലിനെ കാണുന്നില്ല. നിലത്ത് കിടന്ന് അടികൊള്ളുന്ന ആ അടിമ റസൂലിനെ കാണുന്നുണ്ട്. റസൂലേ, ഒരാളെന്നെ തല്ലാണ്, അവർ പോക്കിരിക്ക പോവാണ്, പോക്കിരിക്ക എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നത് അത് തെറ്റല്ല, അത് പ്രാർത്ഥനയല്ല, അത് ഇസ്തിഹാസയല്ല, മരിച്ചവരെ വിളിക്കുന്നത് തുല്യമല്ല. അത് നിങ്ങൾ നോക്കൂ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് എത്രത്തോളം കയറാമോ അത്രത്തോളം കയറി നോക്കുക. അവിടെ എത്രത്തോളം ദുർവ്യാഖ്യാനിക്കാമോ അത്രത്തോളം ദുർവ്യാഖ്യാനിക്കുക. ഈ ദുർവ്യാഖ്യാനമല്ലാതെ വേറെ അടിസ്ഥാനപരമായ ഒരു വ്യാഖ്യാനവും മുജാഹിദുകളെ എതിർക്കുന്നവർക്കില്ല എന്നാണ് ചുരുക്കി പറയാനുള്ളത്.